വെൽക്കം ബാക്ക് ടു ആ ചാനൽ. ഇന്ന് ഫ്രൈഡേ ആണ്. കാത്തിരുന്ന് അങ്ങനെ ഇന്ന് ഫ്രൈഡേ ആയി. എൻ്റെ കോലൊന്നും ശ്രദ്ധിക്കണ്ട. ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല. പക്ഷെ ഞാൻ അതിന് മുമ്പ് നിങ്ങളെ ഒരു സന്തോഷ വാർത്തയല്ല, സന്തോഷ സാധനം കാണിച്ചു. ഇവരാണ് എൻ്റെ തക്കാളി കുട്ടന്മാർ. കുറേ തൈണ്ട് ഇതിനകത്ത്. സാധാ തക്കാളി ഉണ്ട്, ചെറിയ ടൊമാറ്റോസ് ഉണ്ട്. ചെറിയ ടൊമാറ്റോസ് ഇതിപ്പം എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ ഇതിനകത്ത് വേറെ എന്തോ ഒരു സാധനം കൂടെ കിളുത്തു തോന്നുന്നു. ഇത് ഈ ഇല, ഇത് എന്തിൻ്റെതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഇത് കിളിപ്പിച്ചിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഇത് ഞാൻ വളം ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ, മറ്റേ പച്ചക്കറി വേസ്റ്റ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു റെഡ് ചെറിയ ടൊമാറ്റോ, ഇതിനകത്ത് യെല്ലോ ചെറിയ ടൊമാറ്റോ. ഇത് ചീര പറിച്ച് നടാനുള്ളതാണ് ഇപ്പം. പിന്നെ ഇത് നോക്കാം, എൻ്റെ ചുമലച്ചീര, അപ്പുറത്തും ചുമലച്ചീര. ഇനി ഇത് പറിച്ച് നടണം. ഹാപ്പിലി പ്രസൻറ്റിങ് മൈ കുഞ്ഞി കൃഷി. എനിക്ക് പാപ്പം ചെടി വെള്ളിയാഴ്ച മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം എനർജീസ് ഉള്ള ഞാനിപ്പോൾ. നാളെ ശനി ഞായറാണല്ലോ, അതിൻ്റെ ഒരു സന്തോഷം. വല്ലവൻ്റെ കീഴിൽ പണിയെടുക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെയാണ്. വെള്ളിയാഴ്ച ആകുമ്പോൾ വല്ലാത്തൊരു സന്തോഷം, തിങ്കളാഴ്ച ആകുമ്പോൾ വല്ലാത്തൊരു സങ്കടം. അത് കാരണം ഞാനിന്ന് പനീർ, എൻ്റെ അടുത്ത് കുറച്ച് പനീർ ഇട്ടുണ്ട്. ഞാൻ ഹൈദരാബാദി പനീറും ജീര റൈസും ഉണ്ടാക്കാൻ പോവാം. എനിക്കറിയത്തില്ല വർക്കാവുമോ എന്നുള്ളൂ. പക്ഷെ എന്തോ എൻ്റെ കുക്കിങ്ങിനോട് എനിക്ക് എന്തെങ്കിലുമൊക്കെ രുചി ഉണ്ടാവും. ഓക്കെ, ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ അരി തന്നെയാണ്. എന്താ മറ്റേ ചെറിയ അരിയില്ലേ, എന്താ എൻ്റെ പേരെനിക്കറിയത്തില്ല. ഈ അരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ ഇത്രയും മതിയാവും. ഇതിൻ്റെ ഗുണം, നമ്മളിപ്പം നമ്മളുടെ അരി വെക്കുമ്പോൾ നമുക്ക് ഊറ്റി വെള്ളം കളയണ്ടേ. ഇതാവുമ്പം കറക്റ്റ് ഒരു ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ നമുക്ക് ഊറ്റിയൊന്നും കളയണ്ട. കറക്റ്റ് നമുക്ക് ഈ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ കിട്ടത്തില്ല, അതുപോലെ കിട്ടും. അപ്പോൾ ഇത് ഞാൻ കഴുകി ജീര റൈസിനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. കുക്കർ ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് നെയ്യാണ്, കുറച്ച് നെയ്യ്. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ ഒരു കറുവപ്പട്ടേൻ്റെ ഇല, മച്ചമുളക്, പിന്നെ മറ്റേ പൂ പോലെ ഇരിക്കുന്നില്ല അതിൻ്റെ ഒരു ഇല, ഇത്രയും സാധനം ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ കുറച്ചിട്ട് കരുവ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചെറിയ ജീരകം ഉണ്ട് ഇതിന് എടുക്കുന്നത്. ഒരുപാട് വേണ്ട, എന്നാലും ജീരകത്തിന് ഫ്ലേവർ കിട്ടത്തക്ക രീതിയിൽ അത് ഇത്ര ഇടുന്നുണ്ട്. ഒരു ചെറിയ സ്പൂൺ ജീരകം ഇട്ട് നെയ്യിൽ അതിൻ്റെ സ്മെല്ലുണ്ടാവും. നല്ല സ്മെല്ലാട്ടോ. ഇനി ഇതിനകത്തേക്ക് ഇത് മൂക്കട്ടടിച്ച് എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കണം കറക്റ്റ്. ഒരു ടീസ്പൂൺ ഒക്കെ ആയിട്ട് കൊടുക്കണം. ആവശ്യമില്ല. ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് കൃത്യം 3 വിസിൽ വെച്ചെടുക്കാം. ഇതിനകത്ത് 250 grams ഓഫ് പനീർ എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ഉള്ള വലിപ്പത്തിലുള്ള ക്യൂബ്സ് ആയിട്ട് എടുത്തിരിക്കുന്നു. ഇനി ജസ്റ്റ് ഒന്ന് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യം നോക്കാം.
ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പ് പെപ്പർ കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിഞ്ച് ഈ വിധത്തിലാവുമ്പോൾ നമുക്ക് മാറ്റാം. ഇതേ കല്ലിലേക്ക് കുറച്ച് സവോള അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക് നടുത്തായിട്ട് കയറിയ മൂന്നിട്ട് കുറച്ച് ഉപ്പ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി വെക്കാം. ഇതിനകത്ത് ഒരുപാട് ഓയിലൊന്നും ഒഴിക്കണ്ട. പനീർ ഫ്രൈ ആയ അതേ ഓയിൽ ജസ്റ്റ് ഒന്ന് വാടിയൊന്നും അരക്കാം. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. നമ്മുടെ മിക്സിയുടെ അരയ്ക്കുന്ന ജാറിൽ നമുക്ക് മല്ലിയില, പുതിന ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടുതലും, പുതിന അതിൻ്റെ ഹാഫ് മതി. ഒരുപാട് അത് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാൻ ഒരു കൈപ്പിടി മല്ലിയിലയും അതിൻ്റെ ഹാഫ് പുതിനയാണ് ഈ 250 പനീറിന് എടുത്തിരിക്കുന്നത്. 250 ഗ്രാംസ് പനീറിന് എടുത്തിരിക്കുന്നത്. ഇതിട്ടു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഒരുപാട് കണ്ടിട്ടില്ല കേട്ടോ ഈ പിഴ ഈ മിക്സും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. ഒരു 3-4 സ്പൂൺ തൈര് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ അരിയാവേ. കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊന്ന് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതേ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ചെറിയ ക്യൂബ് ഓഫ് ബട്ടർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് മെൽറ്റ് ആവട്ടെ. ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഭയങ്കര കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പിടിക്കും. എന്നിട്ട് നമുക്ക് നമ്മുടെ മിക്സ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അരയണം. മിക്സും കൂടെ ഇതിനകത്തേക്ക് അരി കൊടുക്കാം. ഈ മല്ലിയുടെ പുതിയ കുക്ക് ആവാണ്ട് ഇരിക്കുന്നത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് കുക്കായി വരണം. അതായത് ഒന്ന് വറ്റി നല്ല രീതിയിൽ നമ്മൾ ചക്കയൊക്കെ വരത്തില്ല അതുപോലെ അത്രയും ഇതാണ്. എന്നാലും കുറച്ച് നല്ല വറ്റി വരുന്നവരെ നമുക്ക് ഇളക്കി എന്നിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി ഒരു സ്വല്പം നല്ല മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, മാക്സിമം വീട്ടിൽ കുറച്ച് മല്ലിപ്പൊടിയാണ് ഏറ്റവും നല്ലത്. നമുക്ക് കിട്ടിയെങ്കിൽ കടയും. ഒരു സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഗരം മസാല കുറച്ച് മതിയേ. ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ ഇടണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ജാറ് കഴുകി നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് എനിക്ക് സമയം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ്, എരിവ് എന്നിവയെല്ലാം നന്നായിട്ട് നോക്കണം. തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച പനീർ ഇട്ട് കൊടുക്കാം. അയ്യോ കുക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വറ്റി യോജിച്ചേക്കാം. അതായത് നമുക്ക് മുറിച്ച് ഇനി കുറച്ച് കസൂരി മെത്തി ഇടാം. കസൂരി മെത്തി ഉള്ളവർ ഇട്ട് കൊടുത്താൽ മതി. എനിക്കിഷ്ടമാണ് കസൂരി മെത്തിയുടെ ടേസ്റ്റ്. ഒരുപാട് വേണ്ട ഇച്ചിരി. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡിപ്പെൻസ്, വേണ്ടവർക്ക് വേണ്ട, നല്ലവർക്ക് ഇടാം. ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്ത് ഡൺ. നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞില്ലേ. ഇതൊരു ക്വിക്ക് ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം.